നോട്ടാൻ പോകുമ്പോൾ സഹായത്തിന് നമ്മളെയും വിളിക്കും. കുട്ടികളായിരിക്കുമ്പോൾ കളിയുടെ തിരക്കിലോ അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലോ ആകുമ്പോൾ ഈ വിളി കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുമെങ്കിലും അമ്മയുടെ വഴക്ക് പേടിച്ച് ഒന്നും പറയാൻ നിൽക്കാതെ കൂടെ ചെല്ലുമായിരുന്നു. ഇപ്പോൾ മുതിർന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് ഒരു ആഘോഷ ദിവസമൊക്കെ വരുമ്പോൾ എത്ര ചെറിയൊരു ജീവിയാണെങ്കിലും അതിനെയും നമ്മൾ സമഭാവനയോടെ കാണാനും ആ ഒരു കരുതൽ നമുക്കുണ്ടാവണം എന്ന് എത്ര അനായാസം പറയാതെ പറഞ്ഞു തന്ന ഒരു തലമുറയായിരുന്നു അത് എന്ന തിരിച്ചറിവുണ്ടാകുന്നു. നോട്ടാൻ പോകുമ്പോൾ സഹായത്തിന് നമ്മളെയും വിളിക്കും. കുട്ടികളായിരിക്കുമ്പോൾ കളിയുടെ തിരക്കിലോ അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലോ ആകുമ്പോൾ ഈ വിളി കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുമെങ്കിലും അമ്മയുടെ വഴക്ക് പേടിച്ച് ഒന്നും പറയാൻ നിൽക്കാതെ കൂടെ ചെല്ലുമായിരുന്നു. ഇപ്പോൾ മുതിർന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് ഒരു ആഘോഷ ദിവസമൊക്കെ വരുമ്പോൾ എത്ര ചെറിയൊരു ജീവിയാണെങ്കിലും അതിനെയും നമ്മൾ സമഭാവനയോടെ കാണാനും ആ ഒരു കരുതൽ നമുക്കുണ്ടാവണം എന്ന് എത്ര അനായാസം പറയാതെ പറഞ്ഞു തന്ന ഒരു തലമുറയായിരുന്നു അത് എന്ന തിരിച്ചറിവുണ്ടാകുന്നു.